അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നമ്മളെല്ലാവരും പോയിട്ടുള്ളവരാണ്. എന്നാൽ 12 വർഷത്തിലൊരിക്കൽ മാത്രം അവിടെ നടക്കുന്ന പള്ളിപ്പാന എന്ന ചടങ്ങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നൊരു ചടങ്ങാണിത്. ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ആരംഭിച്ചൊരു ഉത്സവമാണ് ഈ പള്ളിപ്പാന. ആദ്യത്തെ പാന നടന്നത് കൊല്ലവർഷം 841 12 വർഷത്തിലൊരിക്കലാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പള്ളിപ്പാന നടത്തുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? എല്ലാ വർഷവും മകരമാസത്തിലെ 12-ാം നാൾ 12 കളഭം എന്ന ആചാരം നടന്നു പോകുന്നു. അങ്ങനെ 12 തവണ നടന്നതിന് ശേഷമാണ് ഒരു പള്ളിപ്പാന നടത്തുന്നത്. വിഗ്രഹത്തിലെ അശുദ്ധി നീക്കം ചെയ്യാനും അതിൻ്റെ ശക്തി പുനർപ്രതിഷ്ഠിക്കാനുമാണ് പള്ളിപ്പാന നടത്തുന്നത്. വേലന്മാരാണ് പാനപ്പാട്ട് പാടി വിഗ്രഹത്തിന് ശക്തി പകരുന്നത്. ആദ്യത്തെ വേലൻ പരമശിവനാണെന്നുള്ള വിശ്വാസം ഇന്നും നിലനിൽക്കുന്നു. അതിൻ്റെ പിന്നിലെ കഥ ഇങ്ങനെയാണ്. പണ്ടൊരിക്കൽ മഹാവിഷ്ണുവിന് അധ്വാന ഭാരം മൂലം തളർച്ച ബാധിക്കുകയും അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ചെയ്തു. ജ്യോതിഷത്തിൻ്റെ ദേവനായ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തെ ഉണർത്തുവാനായി പള്ളിപ്പാന നടത്താൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ പരമശിവനും പാർവതിയും വേലനും വേലത്തിയുമായി അവതരിച്ച് മഹാവിഷ്ണുവിനെ ഉണർത്തി. അതിനാൽ തന്നെ പാനപ്പാട്ടുകളിൽ ആദ്യം പരമശിവനെ സ്തുതിക്കുകയാണ് പതിവ്. ഓത്തും മുറോത്തും പള്ളിപ്പാനയിലെ 2 പ്രധാന ആചാരങ്ങളാണ്. ഓത്ത് പകൽ സമയത്ത് വേലന്മാരാണ് നടത്തുന്നത്. മുറോത്ത് രാത്രി വേലത്തിമാരും. വൈകിട്ട് 5:30 വരെ ഓത്ത് നടക്കും. ദീപാരാധനയ്ക്ക് ശേഷമാണ് മുറോത്ത് തുടങ്ങുന്നത്. ഫെബ്രുവരി 22 വരെയാണ് ഇപ്പോഴത്തെ പള്ളിപ്പാന നടക്കുന്നത്. ഇപ്പം ഇത് കണ്ടില്ലെങ്കിൽ കാണണമെങ്കിൽ ഇനി അടുത്ത 12 വർഷം കാത്തിരിക്കണം. രാത്രി പള്ളിപ്പാനയ്ക്ക് ശേഷം കിഴക്കേ നടയുടെ അടുത്തായിട്ട് കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട്. വരുന്നവർക്ക് അതും കുടിച്ച് മടങ്ങാൻ സാധിക്കും.